ഹലോ ക്രിക്കറ്റ്സ്. അങ്ങനെ ഈസ്റ്റർ ദിനമായ ഇന്നലെ രണ്ട് കിടിലൻ മാച്ചുകളാണ് IPL ക്രിക്കറ്റ് പ്രേക്ഷകർക്ക് വേണ്ടി കാഴ്ചവെച്ചത്. ആദ്യ മാച്ച് ഒരു ലോ സ്കോറർ ത്രില്ലറാണെങ്കിൽ രണ്ടാമത്തെ മാച്ച് ഒരു കിടിലൻ വെടിക്കെട്ട് മാച്ച് തന്നെയായിരുന്നു. RCB വേഴ്സസ് CSK ദ സദേൺ ഡെർബി. അപ്പോൾ RCB വേഴ്സസ് CSK മാച്ചിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിൽ ഈ സീസണിൽ ആദ്യമായിട്ട് ടോസ് നേടിയ CSK ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് RCBയെ ബാറ്റിങ്ങിനൊക്കെയായിരുന്നു. RCBക്ക് വേണ്ടി ഫിൽസാട്ടും വിരാട് കോഹ്ലിയും ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുന്നു. ഇരുവരും കൂടി അത്യാവശ്യം ഭേദപ്പെട്ട ഒരു തുടക്കം തന്നെയാണ് RCB ഇന്നിങ്സിന് സംബന്ധിച്ചെങ്കിലും മൂന്നാമത് പറഞ്ഞ ഗലീൽ അഹമ്മദ് കോഹ്ലിയെ പുറത്താകാനുള്ളൊരു ചാൻസ് ശിവൻ ദുബെ ക്യാച്ച് മിസ്സായി കളയായിരുന്നു. അങ്ങനെ ഒരു ലൈഫ് കിട്ടിയെങ്കിലും കോഹ്ലിക്ക്, പക്ഷേ അത് വെറും 5 ഓവർ വരെ മാത്രമേ നീണ്ടുള്ളൂ. അൻഷുൽ കംബോജ് ശിവൻ ദുബയുടെ തന്നെ കൈകളിൽ എത്തിച്ച് കോഹ്ലിയെ പുറത്താക്കായിരുന്നു. കോഹ്ലി എന്നുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇന്നിങ്സ് തന്നെയാണ് കളിച്ചത്. നല്ലൊരു സ്റ്റാർട്ട് കൊടുക്കാൻ കോഹ്ലിക്ക് എന്നുള്ള സാധിച്ചു. 18 ബോളിൽ 28 റൺസുമായാണ് കോഹ്ലി ഇന്നലെ പുറത്തായത്. പിന്നീട് 1 ഡൗൺ ആയിട്ട് ദേവ്ദത്ത് പടിക്കൽ വന്നു. ദേവ്ദത്ത് പടിക്കലും വിൽസാട്ടും ചേർന്ന് നടത്തിയ 56 റൺസ് പാർട്ട്ണർഷിപ്പ് RCB സ്കോർ 100 നടത്താൻ സഹായിക്കുകയായിരുന്നു. ആദ്യ 10 ഓവറുകളും 90 റൺസ് മാത്രമായിരുന്നു RCBയുടെ സ്കോർ കാർഡിൽ. എന്നാൽ പിന്നീടുള്ള 10 ഓവറിൽ RCB നേടിയത് 150 റൺസ്. അതായത് ആദ്യ 10 ഓവറിന് ശേഷം RCB ബാറ്റിംഗ് ടോപ്പ് ഗിയറിലേക്ക് മാറുകയെന്ന് വേണമെങ്കിൽ പറയാം. ഫിൽസാൾട്ട് പുറത്തതിന് ശേഷം വന്ന രജത് പട്ടിദാറും ദേവ്ദത്ത് പടിക്കലും കൂടി 21 ബോളിൽ 58 റൺസിൻ്റെ ഒരു വലിയ പാർട്ണർഷിപ്പ് ഇരുവരും തമ്മിൽ കാഴ്ചവെച്ചത്. പിന്നീട് 15-ാം ഓവറിൽ ആദ്യ ബോളിൽ തന്നെ ദേവ്ദത്ത് പടിക്കലിനെ പുറത്താക്കി ജാമി ഓട്ടൻ CSKക്ക് ഒരു ബ്രേക്ക് ത്രൂ നൽകുകയായിരുന്നു. ദേവ്ദത്ത് പടിക്കൽ 29 പന്തിൽ 5 4-ഉം 2 6-ഉം ഉൾപ്പെടെ 50 റൺസ് എടുത്താണ് പുറത്തായത്. കഴിഞ്ഞ മത്സരത്തിലും ദേവ്ദത്ത് പടിക്കൽ ഹാഫ് സെഞ്ചുറി നേടിയിരുന്നു. ഈ മത്സരത്തിലും തൻ്റേതായ ഒരു ഇന്നിങ്സ് കളിച്ചാണ് ദേവ്ദത്ത് പടിക്കൽ പോകുന്നത്. ഒരു 50 ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആളുടെ ഡ്യൂട്ടി കഴിഞ്ഞെന്നൊരു മൈൻഡ് സെറ്റാണ് ഈ ദേവ്ദത്ത് പടിക്കൽ. കാരണം ഒരു ലോങ് ഇന്നിങ്സൊന്നും പിന്നെ കാണാനില്ല. എന്നാലും കുഴപ്പമില്ല, ആളുടെ ഒരു ഭാഗം നന്നായി ചെയ്തു എന്ന് തോന്നി. അങ്ങനെ ദേവ്ദത്ത് പടിക്കൽ പുറത്തതിന് ശേഷമാണ് നമ്മുടെ ആശാൻ ഇറങ്ങുന്നത്, ടിം ഡേവിഡ്. പിന്നെ ചിന്നസ്വാമിയിൽ കണ്ടത് തൃശ്ശൂർ പൂരത്തിന് സമാനമായ കാഴ്ചകളായിരുന്നു. ചിന്നസ്വാമിയിൽ ടിക്കറ്റ് എടുത്ത RCB ആരാധകർക്ക് ഒരു കുഴിമന്തിയും ബിരിയാണിയും പായസവും എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയ ഒരു ഫീല്. ഇവർ ഈ ചിന്നസ്വാമിയിൽ ഇങ്ങനത്തെ ഒരു മാച്ച് കാണുന്ന ആദ്യമായിട്ട് അല്ലെങ്കിലും ഇന്നലത്തെ ഒരു മാച്ച് കിടിലൻ. അതായത് RCB ഫാൻസിന് ആവേശം കൊണ്ട് പണ്ടാറടങ്ങിയിട്ടുണ്ടോ ഇന്നത്തെ മാച്ച്. അതിരടിയാണ് ടിം ഡേവിഡും RCB ക്യാപ്റ്റൻ രജത് പട്ടിദാറും കൂടി നേടിയത്. 99 റൺസിൻ്റെ കിടിലൻ പാർട്ണർഷിപ്പാണ് ഇരുവരും 4-ാം വിക്കറ്റിൽ ചേർത്തത്. 18-ാം ഓവർ പറഞ്ഞ അൻഷുൽ കംബോജിൻ്റെ ആ ഓവറിൽ ടിം ഡേവിഡ് ഔട്ടായെങ്കിലും അതൊരു നോ ബോളായി മാറുകയായിരുന്നു. പിന്നാലെ 19-ാം ഓവർ പറഞ്ഞ ജാമി ഓട്ടനെ 30 റൺസാണ് ആ ഓവറിൽ ടിം ഡേവിഡ് നേടിയത്. അതായത് 4 6-ഉം ഒരു 4-ഉം ഉൾപ്പെടെ 30 റൺസ്. അതിലൊരെണ്ണം അവസാനത്തെ ബോളങ്ങാണ്ട് സ്റ്റേഡിയത്തിന് പുറത്തങ്ങാണ്ട് പോയി 6 അടിച്ചിട്ട്. അവർ ആദ്യത്തെ അടിയായിരുന്നു എന്നുള്ള ടിം ഡേവിഡ് RCBക്ക് വേണ്ടി കാഴ്ചവെച്ചത്. അങ്ങനെ 20 ഓവറിൽ തന്നെ 250 എന്നൊരു സ്കോറിൽ RCB ഫിനിഷ് ചെയ്യുകയാണ് ആദ്യത്തെ ഇന്നിങ്സ്. സീസണിൽ തന്നെ ഏറ്റവും വലിയ ടോപ്പ് സ്കോർ RCBയുടെ തന്നെ ഈ ആദ്യം തന്നെ അങ്ങോട്ട് കൊളുത്തി 250 എന്നൊരു സ്കോറിൽ RCB എത്തുകയും ചെയ്തു. അങ്ങനെ RCBയുടെ 251 എന്ന സ്കോർ ചെയ്സ് ഇറങ്ങിയ തലയുടെ പിള്ളേരായ CSK പവർ പ്ലേയിൽ തന്നെ തകർന്നു ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. ആദ്യ ഓവറിൽ തന്നെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിനെ അവർക്ക് നഷ്ടമായി. 2-ാം ഓവറിൽ അണ്ടർ-19 ക്യാപ്റ്റനായ ആയുഷ് മാത്രയെ, കഴിഞ്ഞ കളിയിലൊക്കെ ചെന്നൈയുടെ ടോപ്പ് സ്കോററായിരുന്ന ആയുഷ് മാത്രയും ഭുവനേഷ് കുമാർ പറഞ്ഞയച്ചു. 3-ാം ഓവറിൽ വീണ്ടും ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്ന നമ്മുടെ മലയാളി പയ്യൻ സഞ്ജു സാംസൺ വീണ്ടും പരാജയമായി. 9 റൺസാണ് കഴിഞ്ഞ ഇന്നലത്തെ മത്സരത്തിൽ സഞ്ജു എടുത്തത്. 6 7 9 എന്നിങ്ങനെയാണ് ഈ കഴിഞ്ഞ റീസൺ 3 മത്സരങ്ങളിലെ സഞ്ജുവിൻ്റെ സ്കോർ. എന്നാലും ബാംഗ്ലൂരിൻ്റെ മുൻതാരമായിരുന്ന സർഫ്രാസ് ഖാൻ കഴിഞ്ഞ മാച്ചിലൊക്കെ അത്യാവശ്യം നല്ല പ്രകടനം കാഴ്ചവെച്ച സർഫ്രാസ് ഖാൻ ഇന്നലെ ചെന്നൈക്ക് വേണ്ടി അത്യാവശ്യം നന്നായി കളിച്ചു. ഒരു 50 ഒക്കെ അടിച്ചു. അതായത് 8 4-ഉം 2 6-ഉം ഉൾപ്പെടെ 25 ബോളിൽ 50 റൺസ് എടുത്ത് പവർ പ്ലേ കഴിഞ്ഞപ്പോൾ പുള്ളിയും സ്ഥലം കാലിയൊക്കെയായിരുന്നു. കുനാൽ പാണ്ഡ്യയാണ് സർഫ്രാസ് ഖാൻ്റെ വിക്കറ്റ് തെറിപ്പിച്ചത്. പിന്നാലെ 14 കോടിക്ക് ക്യാമ്പിലെത്തിച്ച കാർത്തിക് ശർമ്മേനെ ആ ഓവറിൽ തന്നെ കുനാൽ പാണ്ഡ്യ മടക്കി അയച്ചു.
14 കോടി കയ്യിലും വെച്ചിട്ട് ഇമാതിരി കളി കളിക്കാൻ എന്ത് ചെയ്യാം. അപ്പോൾ അങ്ങനെ അതും തീരുമാനമായി. അങ്ങനെ 84-5 എന്ന നിലയിൽ CSK ബാറ്റിംഗ് തകർന്നടിയായിരുന്നു. ഒരു ഘട്ടത്തിൽ 150 പോലും 150 താഴെ CSK സ്കോർ ഒതുങ്ങും എന്ന് തോന്നിപ്പോയി. അങ്ങനെ ശിവൻ ദൂബയ്ക്ക് 18 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. പിന്നീട് 7ാം വിക്കറ്റിൽ പ്രശാന്ത് വീടും ഇംഗ്ലണ്ട് ഓൾറൗണ്ടറായിരുന്ന ജാമി ഓട്ടം ചേർന്ന് നടത്തിയ 57 റൺസ് പാർട്ട്ണർഷിപ്പ് ചെന്നൈയുടെ സ്കോർ 200 കടത്താൻ സഹായമായിരുന്നു. അങ്ങനെ ചെന്നൈയുടെ ഒരു തോൽവിയുടെ ഒരു കനം കുറച്ചൊന്നും വേണമെങ്കിൽ ഈ ഒരു പാർട്ട്ണർഷിപ്പോടുകൂടി സാധിച്ചെന്ന് വേണമെങ്കിൽ പറയാം. പ്രശാന്ത് വീട് ഇതുപോലെ തന്നെ 14 കോടിക്ക് ടീമിലെത്തിച്ച താരമാണ്. അത്യാവശ്യം ഒരു റെസ്പെക്റ്റ് ആ ഒരു ഇതിന് കൊടുത്തു. 29 ബോളിൽ 43 റൺസ് എന്നുള്ള പ്രശാന്ത് വീട് നേടി. 6 4-ഉം ഒരു 6-ഉം ഉൾപ്പെടെയുള്ളതായിരുന്നു പ്രശാന്ത് വീടിൻ്റെ ഇന്നിങ്സ്. ഇംഗ്ലണ്ട് ഓൾറൗണ്ടറായ ജാമി ഓട്ടൻ 3 ഓവറിൽ വിട്ടുകൊടുത്ത 42 റൺസിന് പകരം ആ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടി പുള്ളി ഒരു 37 റൺസ് ഇന്നലെ ആളുടെ ബാറ്റിൽ നിന്ന് സംഭാവന ചെയ്തു. 16 ബോളിലായിരുന്നു ആ ഒരു ഏകദേശം 200-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു നല്ലൊരു ഇന്നിങ്സ് തന്നെയാണ് ജാമി ഓട്ടനും ഇന്നലെ CSKക്ക് വേണ്ടി കാഴ്ചവെച്ചത്. അതിൽ 4 4-ഉം 2 6-ഉം ഉൾപ്പെടുന്നു. പിന്നീട് കളി അവസാനിപ്പിക്കുക എന്നൊരു ചടങ്ങ് മാത്രമേ CSKക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 207 റൺസിന് CSK അവരുടെ ഇന്നിങ്സ് അവസാനിപ്പിക്കുകയാണ്. വെറും 2 പന്ത് ബാക്കി നിൽക്കുക 19.4 ഓവർ മാച്ച് ഫിനിഷ് ചെയ്തു. അങ്ങനെ RCBക്ക് അവരുടെ 2ാം ജയം. പോയിന്റ് ടേബിൾ മുന്നിലെത്തിയിരിക്കുകയാണ് RCB. ആദ്യ സ്ഥാനത്താണ് ഇപ്പോൾ RCBയുടെ ഒരു പോയിന്റ് ടേബിളിലുള്ള സ്ഥാനം. ടിം ഡേവിഡാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയത്. അതായത് 25 പന്തിൽ 3 4-ഉം 8 6-ഉം ഉൾപ്പെടെ 70 റൺസ് എടുത്ത ദ പവർ ബാറ്റർ ടിം ഡേവിഡ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, 250 എന്ന സ്കോർ എത്തിയിട്ടും അതായത് 3 വിക്കറ്റിലാണ് 3 വിക്കറ്റിലാണ് 250 എന്ന സ്കോർ. പിന്നെ ബാറ്റിംഗ് നടക്കുകയാണ്. ജിതേഷ് ശർമ്മ, റൊമാരിയോ ഷെപ്പേർഡ്, കൃണാൽ പാണ്ഡ്യ. അപ്പോൾ ഇത്രയും ബാറ്റേഴ്സൊക്കെ ബാക്കിയുള്ളപ്പോഴാണ് ഈ 3 വിക്കറ്റ് 250-ലെത്തിയത്. എന്താ CSK സംബന്ധിച്ച് അവരുടെ ബോളിങ്ങിൽ ബാറ്റിംഗ് മീൻസ് ഓക്കെ, ഒരു 200-ന് മുകളിൽ സ്കോർ നേടാനുള്ള ബാറ്റിംഗ് ലൈനപ്പൊക്കെ CSKക്ക് ഉണ്ട്. പക്ഷേ ബോളിങ് വൻ ഷോക്ക്. ഈ ഒരു ബോളിംഗ് നിലയം വെച്ച് ഒരു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു തരത്തിലും പ്ലേ ഓഫിലൊന്നല്ല, പോയിന്റ് ടേബിളിൻ്റെ അടിയിൽ തന്നെ കിടന്ന് മെഴുകേണ്ടി വരും CSKക്ക്. അപ്പോൾ ബോളിങ്ങിൽ കുറച്ചുകൂടി എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നാലേ CSKക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. RCBക്ക് ഇനിയൊന്നും പേടിക്കാനില്ല. അവർ സെറ്റ് ടീമാണ്. അതായത് കഴിഞ്ഞ സീസണിൽ അതേ ടീമിൽ ആ കൂടി കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിൽ ഏകദേശം ആ ഒരു ടീം തന്നെയാണ്. അവിടെ വെങ്കടേഷ് അയ്യരുടെ ടീമിലെത്തി കളിപ്പിക്കുന്നില്ലല്ലോ. വെങ്കടേഷ് അയ്യർ, ജേക്കബ് ബദലിനൊക്കെ ടീമിലെത്തി ആ ഒരു സ്കോഡ് തന്നെയാണ് ഇപ്പോഴും. പിന്നെ ജേക്കബ് ഡഫി ബോളർ, അത് ആ ഒരു ചേഞ്ചും RCBക്ക് ഗുണകരമായി ഭവിക്കുകയായിരുന്നു. അപ്പോൾ അടുത്ത മാച്ചിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ.